ഗോകുൽ VS കൂടി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഗോകുൽ, ഈ പാലക്കാട്ടുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് ബന്ധപ്പെടാൻ സാധിക്കുന്നത്. കോങ്ങാട് MLA ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്നു എന്നാണ് അറിയുന്നത്. എങ്ങനെയാണ് ഇനി തുടർ നീക്കങ്ങൾ ഉൾപ്പെടെ എങ്ങനെയായിരിക്കും? അതായത് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്, പ്രദേശവാസികളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാവുന്നത്, ഇവിടേക്ക് കെനിയയിൽ നിന്ന് ഇവിടേക്ക് മൃതദേഹം എത്തിക്കാൻ അല്പം സമയം എടുക്കും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ വാർഡ് മെമ്പർ പറഞ്ഞത് ഏകദേശം ഒരു 3 ദിവസമെങ്കിലും അതിന് സമയമെടുക്കും. കാരണം ആ നടപടിക്രമങ്ങൾ അത്രമാത്രം സങ്കീർണമാണ്, അതിനുള്ള സമയമെടുക്കും എന്നുള്ളതാണ്. അതിന്റെ നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധുക്കൾ ഇവിടെ നിന്ന്, നാട്ടിൽ നിന്ന് കെനിയയിലേക്ക് യാത്ര തിരിച്ചിട്ടുമുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു വിഷയമായി നിലനിൽക്കുന്നത്. ബന്ധുക്കളെ വിവരം അറിയിച്ചത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് പാലക്കാട്ടുള്ള ബന്ധുക്കൾക്ക് മാത്രമാണെന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ തൃശ്ശൂരിലുള്ളവരും പത്തനംതിട്ട ജില്ലയിലുള്ളവരും ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഒരു മലയാളി സംഘമാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും ഇതിലൊരു പ്രശ്നം നിലനിൽക്കുന്നത് ജോയലാണ് ഇതിന്റെ ഒരു ടൂർ കോർഡിനേറ്ററായി നിന്നിരുന്നത്. അദ്ദേഹത്തിനും പരിക്കുകളുണ്ട്, അദ്ദേഹം ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രശ്നം കൂടി നേരിടുന്നുണ്ട്. ഏതായാലും വളരെ ദാരുണമായ സംഭവമാണ്. ഇപ്പോൾ 2 പേരുടെ വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ പാലക്കാട്ടുള്ള കുടുംബത്തെ പറ്റി ലഭ്യമാകുന്ന മറ്റു വിവരങ്ങൾ എന്താണ്? ഇവരെപ്പോഴാണ് വിദേശത്തേക്ക് പോയത്? അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭ്യമായി തുടങ്ങുന്നുണ്ടോ? തീർച്ചയായും. അതായത് അവർ കുറെ നാളുകളായി ഖത്തറിലാണ് താമസിക്കുന്നത്. ഖത്തറിൽ സ്ഥിരതാമസം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് ഖത്തറിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഒരു ട്രാവൽ ഏജൻസി എന്നുള്ള നിലയിലാണ് അവർ പ്രവർത്തിച്ചു വരുന്നത്. അതിനിടയിലാണ് ഈ ഒരു അവധി ദിവസങ്ങളിൽ കെനിയയിലേക്ക് ഒരു ഗ്രൂപ്പ് ടൂർ അവർ സംഘടിപ്പിച്ചത്. അത് ജോയൽ തന്നെയാണ് അതിന്റെ കോർഡിനേറ്ററായി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഒരു ട്രാവൽസ് നടത്തുകയാണ്. ഒരു കുടുംബമായി വർഷങ്ങളായി ഖത്തറിൽ തന്നെയാണ് താമസം ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. പാലക്കാട് ഇവരുടെ സ്ഥലം മണ്ണൂരാണ്. കുറെ നാളുകൾക്ക് മുൻപ് ഇവർ ഖത്തറിൽ പോയതാണ്. അവിടെ നിന്നാണ് ഈ യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർക്ക് ഇവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, മറ്റ് സുഹൃത്തുക്കൾ ആരൊക്കെ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചൊരു നാട്ടുകാർക്കൊന്നും കൃത്യമായൊരു വിവരം നൽകാൻ അതിൽ ഒരു പരിമിതി തരുന്നുണ്ട്. കാരണം ഇവർ ഖത്തറിൽ നിന്നാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് ടൂർ പോയത്. ഖത്തർ എംബസിയാണ് ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ ഇടപെടുകയും പിന്നീട് ഇന്ത്യയെ വിവരം അറിയിക്കുകയും കേരളത്തിൽ നിന്ന് ഇത്ര പേരുണ്ടെന്നുള്ള വിവരങ്ങൾ പിന്നീട് ലഭ്യമാവുകയും ഒക്കെ ചെയ്തത്. ശരി, 27 പേരാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഈ സംഘത്തിന്റെ പേര് വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് ആ പേരുകളും ഒപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് വിളിച്ച് അറിയാൻ, അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകളൊക്കെ ഇപ്പോൾ പുറത്തു വിടുന്നുണ്ട്. ആ നമ്പറുകളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു അപകടമാണ് നടന്നിരിക്കുന്നത്. വിവിധ ആശുപത്രികളിലായിട്ട് ഈ ആളുകളെയൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. 20 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 5 മലയാളികൾ മരിച്ചിരിക്കുന്നു. പാലക്കാട്ട് നിന്നുള്ളവർ, തൃശ്ശൂർ, ഒപ്പം തന്നെ തിരുവല്ല സ്വദേശികളാണ് മരിച്ച മലയാളികൾ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കുറേ പേര് വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇവർ ഏത് സ്ഥലത്തുള്ളവരാണ് എന്ന് ഇനി അറിയേണ്ടതുണ്ട്. ഇതിൽ കുറേ പേരുകൾ മലയാളികളാണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള പേരുകളാണ്. ഇന്ത്യക്കാർ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരുമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. മരിച്ച തൃശ്ശൂർ സ്വദേശികളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുകയാണ്. ജസ്ന, കുറ്റിക്കാട്ടുചലിൽ ജസ്ന, 29 വയസ്സ് പ്രായമുള്ള ജസ്ന. ഒപ്പം തന്നെ ജസ്നയുടെ മകൾ റൂഹി മെഹ്റിൻ, 1.5 മാസമാണ് പ്രായം. 1.5 മാസം പ്രായമുള്ള കുഞ്ഞും ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നു. ജസ്ന, ഒപ്പം തന്നെ റൂഹി. MS ലിഷോയാണ് ഈ വിവരങ്ങൾ നൽകുന്നത്. അല്പസമയം തന്നെ ലിഷോയെ ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തേടാനാകുന്നതാണ്. സുരേഷ് വെള്ളുമുറ്റം തുടരുന്നുണ്ട്. സുരേഷ്, ഇപ്പോൾ എംബസിയാണോ ഇടപെടുന്നത്? നോർക്കയ്ക്കൊക്കെ ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? പറയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായും ഇടപെടുന്നത് ദോഹയിലെ ഇന്ത്യൻ എംബസി തന്നെയാണ്. കാരണം അവിടെയാണ് ഇവരുടെ വിവരങ്ങൾ ഉള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഈ ലിസ്റ്റ് അനുസരിച്ച് ആ ലിസ്റ്റ് പേര് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളികളുടെ പേരുകളാണ് കൂടുതലും നമുക്ക് അത് വായിക്കുമ്പോൾ തോന്നുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവരുടെ പാസ്പോർട്ട് നമ്പർ എല്ലാം വെച്ച് വേണം ഇനി നമുക്കതിന്റെ മറ്റ് മേൽവിലാസങ്ങളും മറ്റുമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. കാരണം ട്രാവൽ ഏജൻസിയിൽ നിന്നും ഈ വിവരങ്ങൾ ലഭിക്കാൻ ഇപ്പോൾ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ ഇതാണ് ആ ഒരു ലിസ്റ്റ്. ഇതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രവാസി സംഘടനകളൊക്കെ ഇക്കാര്യത്തിൽ ബന്ധപ്പെടുകയും വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും കേരളത്തിൽ നിന്നും നോർക്കയാണ് ഇതിൽ ഇടപെടേണ്ടതും. ഇനിയിപ്പോൾ മറ്റ് നടപടിക്രമങ്ങളൊക്കെ നോർക്കയുടെ ഭാഗത്തു നിന്നുമാണ് ഉണ്ടാകേണ്ടത്. നോർക്ക വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെടുകയും അതിനുശേഷം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും, പ്രത്യേകിച്ച് നോർക്കയ്ക്കൊക്കെ ആകുമ്പോൾ കെനിയയിലൊക്കെ ഒരുപക്ഷെ അത്രത്തോളം ഒരു ഇടപെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ദോഹയിലാണെങ്കിൽ കുറച്ചുകൂടി സാധ്യത ഉണ്ടായിരുന്നു. ദോഹ വഴിയായിരിക്കും കൂടുതലായി ഇപ്പോൾ കെനിയയിലേക്ക് ബന്ധപ്പെടാനുള്ളൊരു സാധ്യത. ഏതായാലും നാട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന നടപടിക്രമങ്ങൾ അത് നീളുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം കെനിയയിൽ മരിച്ചവരുടെ
വിവരങ്ങളൊക്കെ തന്നെ ശേഖരിച്ച് പിന്നീട് ഇന്ത്യൻ എംബസി വഴിയാണ് ഇതിൽ ഒരു ഇടപെട്ട് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ നടപടി ഉണ്ടാക്കുക. അത് ഏതായാലും 2 or 3 ദിവസം എടുക്കാൻ തന്നെയാണ് സാധ്യത.